ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ മുഖത്തെ സ്കിന്നിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പം ആസ് യൂഷ്വൽ ഞാൻ 6-6:30 എണീക്കും. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ആദ്യം ചെയ്യുന്നത് തൈറോയിഡിൻ്റെ പിൽസ് ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞ് പിന്നെ മുഖത്ത് ആദ്യമായിട്ട് ഞാൻ ഇടുന്നത്, മുഖമെല്ലാം കഴുകി കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ രാവിലെ ഇടുന്നത് കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ 6 പെപ്റ്റൈഡ് കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഈ ഒരു സിറമാണ് ഞാൻ ഇടുന്നത്. ഇത് കുറച്ച് നാളിന് മുമ്പേ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ ഞാൻ നിത്യവും രാവിലെ ഞാൻ ആദ്യം ഇടുന്നത് ഇതാണ്. അപ്പം ഇതിട്ട് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ്സ് ഞാൻ മുഖത്തിന് റെസ്റ്റ് കൊടുക്കും, ഇത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് ഞാൻ അപ്ലൈ ചെയ്യും, അതായത് ഒരു 2-3 ഡ്രോപ്പ് അത് മതിയാവും നമുക്ക്. അത് ഒരുപാടിട്ട് തേച്ചില്ലെങ്കിലും ഒന്ന് തേച്ച് ചെറുതായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സാവകാശം കൊടുക്കുക. സാവകാശം കൊടുത്തു കഴിഞ്ഞാലേ നമ്മുടെ സ്കിന്നിൽ ഇത് നന്നായിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. സ്കിന്നിൻ്റെ ഇന്നർ ലെയറിലേക്ക് പോകണം. കാരണം സിറംസ് എപ്പോഴും വർക്ക് ചെയ്യുന്ന ഇന്നർ ലെയറിന് വേണ്ടിയാണ്, ഔട്ടർ മോസ്റ്റ് സ്കിന്നിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ്സ് കൊടുത്തതിന് ശേഷം ഞാനൊരു മോയ്സ്ചറൈസർ ഇടും. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് അതും ഇട്ട് 2 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സൺസ്ക്രീൻ ഇടുന്നത്. നമ്മുടെ സ്കിന്നൊരു ഏജ് കഴിയുമ്പോൾ കുറച്ചൊന്ന് തൂങ്ങാനൊക്കെ ഉള്ള ടെൻഡൻസി ഉണ്ടല്ലോ. എനിക്കിപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ചുളിവുകളുണ്ട്. അപ്പോൾ ആ ചുളിവുകളൊക്കെ ഒന്ന് കൂടുതലാകാതിരിക്കാൻ, ഉള്ള ചുളിവുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതവിടെ കാണും, കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ഈ 6 പെപ്റ്റൈഡ് കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഈ സിറം ഒന്ന് ടൈറ്റൻ ചെയ്യാൻ സഹായിക്കും സ്കിന്നിനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇടുന്നത് ഒരു സാധാരണ മോയ്സ്ചറൈസറാണ്. പോൺസിൻ്റെ ഹൈഡ്രേറ്റിംഗ് ജെൽ മോയ്സ്ചറൈസറാണ്. ഇത് തീർന്നു, മുഴുവൻ ഇട്ട് തീർന്നു. പക്ഷേ ഇത് നമ്മുടെ മുഖം വിലയും കുറവാണ്, നമ്മുടെ മുഖം സ്റ്റിക്കി ആകാതിരിക്കാനും എന്നാൽ നല്ല ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാനും സഹായിക്കും. ഇത് മിക്ക കടകളിലും കിട്ടുകയും ചെയ്യും. ഞാനിത് വെറുതെ ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ടെക്സ്ചർ തന്നെ ഇങ്ങനെ ഒരു ജെൽ ടൈപ്പ് ടെക്സ്ചറാണ്. അപ്പോൾ ഇത് ഓയിലി ആയിട്ട് നമ്മുടെ മുഖത്ത് ഇരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കതൊരു സുഖമാണ്. മറ്റ് ചിലർക്കൊക്കെ ഈ എണ്ണമയം പോലെ ഒത്തിരി ഇരിക്കുമ്പം അതൊരു ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പിന്നീട് ഇതുപോലെ ഒരു ചെറിയ മോയ്സ്ചറൈസർ, വലിയ വിലയില്ലാത്ത ഒരു മോയ്സ്ചറൈസർ പോൺസിൻ്റെ, ഇത് ഹൈഡ്രേഷൻ കൊടുക്കുകയും ചെയ്യും നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ ഇടുന്ന മോയ്സ്ചറൈസർ. ഇത് ഇട്ട് ഞാനൊരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യണം. അബ്സോർബ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ മോയ്സ്ചറൈസറിൻ്റെ എഫക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് പ്രോഡക്റ്റ്സ് ഇട്ടാലും അതിനൊരു സമയം കൊടുക്കുക ആ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ചെയ്യുന്നത്. പിന്നെ അത് 2 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്നത് ഒരു സൺസ്ക്രീനാണ്. അതിന് മുന്നേ ആയിട്ട് ലിപ്സിൽ ഒരു ലിപ് ബാം കൊടുക്കും. ഇത് ലിപ് ബാമാണ്. ഇത് ഷുഗറിൻ്റെ പോപ്പിൻ്റെ, പക്ഷേ ഇത് ഇച്ചിരി ചെറിയ ഒരു കളറുണ്ട്. അപ്പം നമുക്കൊരു ചെറിയ കളറും കിട്ടും. നമ്മൾ ലിപ്സ്റ്റിക്ക് എന്നും ഇടാനൊക്കെ മടിക്കും. അപ്പം ഇതൊരു ലിപ് ബാമാണ്. ഇത് ഏകദേശം ഇട്ട് തീരാറായി. അപ്പോൾ ഇതും ഇടും. ഇത് നല്ല ലിപ് ബാമാണേ. നമുക്ക് നമ്മുടെ ചുണ്ടിനൊരു വലിയൊരു ഭാരം കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യൂല. എന്തോ ഇട്ടിരിക്കുന്ന പോലെ ഒരു ഫീലോ ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് മിനിമലിസ്റ്റിൻ്റെ SPF 50 സൺസ്ക്രീനാണ്. ഇതാണ് ഞാനിപ്പോൾ ഈയിടെയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് 2-3 പ്രാവശ്യം ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വളരെ നല്ല സൺസ്ക്രീനാണ്. അപ്പോൾ ഇതാണ് ഞാൻ സൺസ്ക്രീനായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇട്ട് കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റോ ഒന്നും മുഖത്തിൽ ഇല്ല. നമ്മൾ എന്തോ എടുത്തിട്ട ഒരു ഭാരം നമുക്ക് മുഖത്തിന് തോന്നത്തില്ല. ഞാൻ പക്ഷെ ഒത്തിരി ഒന്നും ഇടത്തില്ല, വീട്ടിൻ്റെ അകത്തിരിക്കുന്നതുകൊണ്ട് ഇച്ചിരിയേ എടുക്കത്തുള്ളൂ. അത് മതി. കാരണം നമ്മൾ വീടിൻ്റെ അകത്ത് കൂടുതൽ നേരെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ പുറത്ത് ഒരുപാട് ചൂടില്ല, വെയിലും ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഇടണം. പക്ഷേ അത് ഒരുപാട് ഈ 2 ഫിംഗർ റൂളോ 3 ഫിംഗർ റൂളോ ഒന്നും വേണ്ട. ഒരു ചെറിയ രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്യുക.
ഒരുപാട് തേച്ചങ്ങ് പിടിപ്പിക്കേണ്ട, അത് തനിയെ തന്നെ അബ്സോർബ് ആയിക്കോളും. എന്നാലും നമ്മളൊരു മിതമായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ തേച്ച് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ അത് നമ്മുടെ സ്കിന്നിൽ വേണേം താനും, എന്നാൽ ഒരുപാട് ഇരിക്കുകയും പാടില്ല. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് കിട്ടും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഐബ്രോസ് ഒന്ന് ഡാർക്കൻ ചെയ്യും. ഡാർക്കൻ ചെയ്തിട്ട് കണ്ണും ഒന്ന് ചെറുതായിട്ട് എഴുതും. അപ്പോൾ ഐബ്രോസ് ഡാർക്കൻ ചെയ്യാൻ ഇപ്പം ഞാൻ വാങ്ങിയത് ഈ ഐബ്രോ പാലറ്റാണ്. ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ഇത് കളർ സ്ട്രോക്സ് എന്ന് പറഞ്ഞ പെർഫെക്റ്റ് ബ്രോസ് 3 കളർ ഐബ്രോ എന്ന് പറഞ്ഞ ഒരു പാലറ്റാണ്. അതിൻ്റെ ബ്ലാക്ക് എടുക്കൂല, ഞാനൊരു ബ്രൗൺ ആണ് എടുക്കുന്നത്, ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ഞാൻ ഈ കണ്ണാടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കണ്ണാടിയിൽ നോക്കിയിട്ട് ഒന്നിങ്ങനെ ഐബ്രോസ് ഒന്ന് ടച്ച് ചെയ്യത്തേ ഉള്ളൂ, അല്ല ഒത്തിരി ഭയങ്കര നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് അങ്ങനെയൊന്നുമില്ല. ഒന്ന് ടച്ച് ചെയ്ത് മുഖത്തിനൊരു ഉണർവ് കൊടുക്കാൻ വേണ്ടി. ഇവിടെ മുഖത്തിന് നല്ല ഉണർവ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐബ്രോസ് ഒന്ന് നന്നായിട്ട് ചെയ്യണം. അപ്പം ഇത്രയും കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ പൊട്ട് വയ്ക്കും. അതൊരു ബ്ലാക്കോ മറൂണോ ഒക്കെ ഉള്ള ഒരു ചെറിയ പൊട്ട് വയ്ക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 3-4 മിനിറ്റ്സ് കഴിയുമ്പോൾ പൗഡർ വേണമെങ്കിലും ഇടാം. അത് സാധാരണ ടാൽക്കം പൗഡർ ഞാൻ യൂസ് ചെയ്യില്ല. കോമ്പാക്ട് പൗഡർ ആണെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ പൗഡർ യൂസ് ചെയ്യാറില്ല. ഒന്നിങ്ങനെ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് കണ്ണും എഴുതി പൊട്ടും ഇടും, ചെറിയൊരു ലിപ് ബാമും കൊടുക്കും. അപ്പോൾ കണ്ണെഴുതാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെയിലി ലൈഫ് ഫോറെവർ 52ൻ്റെ കാജലാണ്. നല്ല കാജലാണിത്, ബ്ലാക്ക് കളറ്. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ കാജലെടുത്ത് ഒന്ന് കണ്ണ് ചെറുതായിട്ടൊന്ന് വരയ്ക്കും. ഒരു ഉറങ്ങി എണീച്ച ആ ഒരു ഫീല് പോകാനായിട്ട് ചെറുതായിട്ട് ഞാൻ കുറച്ച് ഈ ഔട്ട് സൈഡിൽ, അതായത് ഈ പീലി വരുന്നില്ലേ ഭാഗം, കൺപീലി, ആ ഭാഗത്ത് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് വരയ്ക്കും. കണ്ണിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ എഴുതൂല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡെയിലി റൂട്ടീൻ കഴിഞ്ഞു. പിന്നെ ഞാൻ അടുക്കളയിൽ കയറി എന്തെങ്കിലും പണികളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് നടക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ രാവിലെ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്നത്. സ്കിൻ കെയർ റൂട്ടീൻ എന്നും നമ്മൾ ചെയ്യണം. രാത്രിയിൽ ഇതെല്ലാം വാഷ് ചെയ്തിട്ട് ഒരു നൈറ്റ് കെയർ റൂട്ടീനും ചെയ്യണം. ഇത് നമ്മുടെയൊക്കെ സ്കിന്നിന് ഒത്തിരി കാലം നമ്മൾ അതായത് നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തില്ലെങ്കിലും ഇനിയെങ്കിലും നിങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ ഉള്ള സ്കിൻ അതുപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. നമ്മൾ ആരും ചെറുപ്പത്തിലൊന്നും ചെയ്ത് കാണില്ല. പക്ഷേ ചെയ്യാതിരുന്നാലും ഇനി എന്നുള്ള ചോദ്യമില്ല. എല്ലാവരും നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും വാങ്ങിക്കുക, അപ്ലൈ ചെയ്യുക. സിറം ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി സിറം ഉള്ളവർ സിറം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, ലവ് യു ഓൾ.